പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 ഹ്യൂമാനിറ്റീസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ്. 20ാമത്തെ ചാപ്റ്റർ നാഷണലിസം, ദേശീയത എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിൽ വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളം മീഡിയക്കാരെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ 2 മാർക്കിന്റെയും 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആൻസർ ആണ്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ വേറൊരു വീഡിയോയിലാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, ഇംഗ്ലീഷിൽ എഴുതുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, അവർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്രാക്ടീസും കൂടിയാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗൈഡിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഷയത്തിന്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ആ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്: ഹൗ ഡിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് ആണ്. എപ്രകാരമാണ് വ്യവസായവൽക്കരണം ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത് എന്നതാണ്. 18ാം നൂറ്റാണ്ടിൽ സമൂഹത്തിലും സമ്പത്തിലും ഉണ്ടായ മാറ്റത്തിന്റെ ഫലമായാണ് യൂറോപ്പിൽ ദേശീയത വളർന്നത്. വ്യവസായവൽക്കരണം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലും മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക വളർച്ചക്കും വഴിതെളിച്ചിട്ടുണ്ട്. ഇത് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഏകീകൃത മാർക്കറ്റുകളുടെ രൂപീകരണത്തിന് ഇടയാക്കി. വളരെ വലിയ വിപണന കേന്ദ്രങ്ങളുടെ നിർമ്മിതി വില്ലേജുകളുടെയും ജില്ലകളുടെയും പ്രവിശ്യകളുടെയും രാഷ്ട്രീയ ഏകീകരണത്തിലേക്ക് നയിച്ചു എന്നതാണ്. മാർക്കറ്റുകളിൽ വിവിധങ്ങളായ വൈദഗ്ധ്യങ്ങളിൽ പ്രാവീണ്യം നേടിയവരുടെ സേവനം ആവശ്യമായി വന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രധാന ഭാഷയെ കേന്ദ്രീകരിച്ചുള്ള ഏകീകൃത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ആവശ്യകത സൃഷ്ടിച്ചു. ആധുനിക കാലഘട്ടത്തിന് മുമ്പ് ആളുകൾ തങ്ങളുടേതായ പ്രാദേശിക പരിസ്ഥിതിയിൽ തന്നെ ഭാഷയും മറ്റു വൈദഗ്ധ്യങ്ങളും കരസ്ഥമാക്കിയത്. പക്ഷെ ഇന്ന് ആധുനിക സാമ്പത്തിക മേഖലയിൽ സംഭവിച്ച മാറ്റങ്ങളുടെ ഫലമായി ഒരു ഏകീകൃത രീതിയിലുള്ള പരിശീലനവും വിദ്യാഭ്യാസവും നിലവിൽ വന്നു. ആശയവിനിമയ സംവിധാനത്തിലെ ഏകജാതീയത്വം ദേശീയ സംസ്കാരത്തെ സൃഷ്ടിക്കുകയും ദേശീയ അതിർത്തികളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഒരേ അതിർത്തിക്കുള്ളിൽപ്പെട്ട ആളുകൾ പരസ്പരം യോജിപ്പിക്കുകയും ഐക്യത്തിലേക്കും കടന്നു. ഓരോ ആളുകളും തങ്ങളെ തന്നെ വലിയൊരു സമുദായത്തിലെ ഒരു അംഗമായി വിലയിരുത്താൻ തുടങ്ങി. ഇപ്രകാരമാണ് ഇംഗ്ലണ്ടിന്റെ രാജാതിർത്തിയിൽപ്പെട്ട ഇംഗ്ലീഷുകാർ പരസ്പരം ആശയവിനിമയത്തിലേക്കും ബന്ധത്തിലേക്കും വന്നത്. ഇത് തന്നെ ജർമ്മൻ ജനതയുടെ ഇടയിലും ഫ്രാൻസിലും സംഭവിച്ചു. ഒരേ അതിർത്തിക്കുള്ളിൽ വരുന്നവർക്കിടയിൽ തങ്ങൾ എന്നൊരു വികാരം കടന്നുകൂടി. ഇതായിരുന്നു ദേശീയതയുടെ തുടക്കം. ഇനി രണ്ടാമത്തെ ചോദ്യം: ഹൗ വാസ് ഇന്ത്യൻ നാഷണലിസം ഡിഫറെന്റ് ഫ്രം യൂറോപ്യൻ കൺട്രി? എപ്രകാരമാണ് ഇന്ത്യൻ ദേശീയത യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായത്? യൂറോപ്പിൽ ദേശീയത വളർന്നത് വ്യവസായവൽക്കരണത്തിന്റെ ഫലമായാണ്. എന്നാൽ ഇന്ത്യയിലെ ദേശീയത വളർച്ച എന്താണ്? വ്യവസായവൽക്കരണത്തിന്റെ ഫലമല്ല. യൂറോപ്പിൽ ദേശീയത ഉടലെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ അവസ്ഥ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. യൂറോപ്പിൽ വ്യവസായവൽക്കരണം ദ്രുതഗതി വളരുമ്പോൾ ഇന്ത്യ കാർഷിക സമ്പത്ത് വ്യവസ്ഥയിൽ തന്നെയാണ്. വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിച്ചിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിന് മുമ്പ് തന്നെ ദേശസ്നേഹം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഏകീകൃത രീതിയിലുള്ള ഭരണം, പൊതുഭാഷ, ഒരേ സംസ്കാരം, രാഷ്ട്രീയ ഏകീകരണം, ദേശീയത 19ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കാനുള്ള ഇന്ത്യക്കാരുടെ പൊതു മനസ്സാക്ഷി നിന്ന് ഉത്ഭവിച്ചതാണ് ഇന്ത്യൻ ദേശീയത. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്: വാട്ട് വാസ് ദ എസൻസ് ഓഫ് കൾച്ചറൽ നാഷണലിസം? സാംസ്കാരിക ദേശീയതയുടെ സാരാംശം എന്തായിരുന്നു? സാംസ്കാരിക മേഖലയിലാണ് ദേശീയത ഇന്ത്യയിൽ ആദ്യമായി പ്രകടനമായത്. ഇത് 2 തലങ്ങളിലാണ് സംഭവിച്ചത്.
ആദ്യമായി ഇത് സംഭവിച്ച ഇന്ത്യൻ സമൂഹത്തിലെ അനഭിലഷണമായ സാമൂഹ്യ സവിശേഷതകളായ ജാതി വ്യവസ്ഥ, മതപരമായ അന്ധവിശ്വാസങ്ങൾ, സ്ത്രീകൾക്കെതിരെയായുള്ള വിവേചനങ്ങൾ എന്നിവയിൽ നീക്കം ചെയ്തുകൊണ്ടാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികളെയും അവരുടെ ഏജന്റുമാരുടെയും ശ്രമഫലമായി വിദേശ സംസ്കാരം ഇന്ത്യയിൽ വ്യാപിച്ചു. ഇന്ത്യയിലെ ഒരു വിഭാഗം ഉന്നത വർഗം പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരത്തെയും ആധുനിക ഇംഗ്ലണ്ടുമായി താരതമ്യം ചെയ്തു. ഇതിന്റെ ഫലമായി ഇന്ത്യൻ സംസ്കാരത്തിലെ ചില ഘടകങ്ങൾ അവർ ചോദ്യം ചെയ്തു. ഉദാഹരണത്തിന് രാജാറാം മോഹൻ റായെ പോലെയും ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെ പോലെയുള്ളവർ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിരുന്ന പല സാമൂഹിക തിന്മകളെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. ഇവർ യൂറോപ്യൻ സംസ്കാരത്തെ ഇന്ത്യൻ സംസ്കാരത്തെക്കാൾ ഉയർന്നതായി കരുതിയെങ്കിലും ഇന്ത്യയുടെ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാനും ആവശ്യമായ നവീകരണങ്ങൾ വരുത്താനും ഈ നേതാക്കൾ കോളനി ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നവീകരണത്തിനും കോളനി ഭരണം സഹായിക്കുമെന്ന് ഇവർ കരുതുന്നു. എന്നാൽ രണ്ടാമത്തെ തലത്തിൽ ചില ഇന്ത്യൻ നേതാക്കന്മാർ ഇന്ത്യൻ സംസ്കാരത്തിന്മേലുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ എതിർക്കാൻ ശ്രമിച്ചു. 1850-കളിൽ യൂറോപ്യൻ വസ്ത്രധാരണ രീതിയും മറ്റു കീഴ്വഴക്കങ്ങളും ഇന്ത്യക്കാരിൽ അടിച്ചെടുക്കാൻ ശ്രമം നടന്നു. ഇതിനെ രണ്ടാമത്തെ വിഭാഗ നേതാക്കൾ ശക്തമായി എതിർത്തു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആധുനികതയ്ക്ക് വഴിതെളിക്കുമെന്ന് കരുതി ബ്രിട്ടീഷ് ഭരണത്തെ ആദരവോടെ വീക്ഷിച്ചിരുന്ന രാജാറാം മോഹൻ റോയെ പോലുള്ള ആദ്യത്തെ തലത്തിൽപ്പെട്ട നേതാക്കൾ പോലും ഈ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചു. രാജാറാം മോഹൻ റോയും കേശവ് ചന്ദ്ര സെന്നെ പോലുള്ള നേതാക്കളും യൂറോപ്യൻ വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതികളും ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷ് സംസ്കാരത്തോടുള്ള ഈ രണ്ട് സമീപനങ്ങളും വ്യത്യസ്തങ്ങളും പരസ്പര വിപരീതങ്ങളുമാണ്. എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ ഘടകങ്ങൾ എന്ന നിലയിൽ രണ്ട് സമീപനങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ചുരുക്കത്തിൽ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ത്യൻ സംസ്കാരത്തെ ആധുനികവൽക്കരിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇനി നാലാമത്തെ ചോദ്യമാണ്, ഹൗ ഡിഡ് ദ ലീഡേഴ്സ് ലൈക്ക് ദാദാഭായ് നവറോജി ആൻഡ് ആർ.സി. ദത്ത് കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോത്ത് ഓഫ് എക്കണോമിക് നാഷണലിസം? ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത് തുടങ്ങിയ നേതാക്കന്മാർ സാമ്പത്തിക ദേശീയതയുടെ വളർച്ചയ്ക്ക് എപ്രകാരമാണ് സംഭാവനകൾ നൽകിയത്? 19-ാം നൂറ്റാണ്ടിൽ ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡ തുടങ്ങിയ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുകയാണെന്നും ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യ കൊടിയ ദാരിദ്ര്യത്തിൽ തുടരുന്നതിന് കാരണമെന്നും മനസ്സിലാക്കി. ഈ കാഴ്ചപ്പാടാണ് സാമ്പത്തിക ദേശീയതയുടെയും വളർച്ചയ്ക്ക് വഴി തുറന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ജി.വി. ജോഷി തുടങ്ങിയ എല്ലാ തലമുറയിൽപ്പെട്ട നേതാക്കൾ വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അയച്ചുവിട്ടു. കോളനി ഭരണം പല രീതിയിൽ ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ഈ നേതാക്കൾ ഊന്നി പറഞ്ഞു. തുടക്കത്തിൽ ഭീമമായ നികുതിയിലൂടെയും തുല്യതയില്ലാത്ത രീതിയിലുള്ള വ്യാപാരത്തിലൂടെയും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ താഴ്ന്ന വിലക്ക് അവർ വാങ്ങി, എന്നാൽ ഭീമമായ തുക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തി. ഇപ്രകാരം തുല്യമല്ലാത്ത രീതിയിലുള്ള ഒരു വ്യാപാരമാണ് ഇന്ത്യയുമായി നടത്തിയത്. ഇത് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുക്കുന്നതിന് കാരണമായി. 19-ാം നൂറ്റാണ്ടിലും ഈ സാമ്പത്തിക ചൂഷണം അവർ തുടർന്നുപോയി എന്നതാണ്. സാമ്പത്തിക ചൂഷണത്തിന് കൂടുതൽ സങ്കീർണമായ രൂപങ്ങൾ അവർ സ്വീകരിച്ചു. അവരുടെ വ്യവസായ സംരംഭങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളും ബ്രിട്ടീഷ് വ്യവസായശാലകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സ്ഥലമായും അവർ ഇന്ത്യയെ മാറ്റി. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടതായി വന്നു. ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസായമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കാമെന്ന ധനം ബ്രിട്ടന്റെ സാമ്പത്തിക വികസനത്തിന് ഉപയോഗപ്പെട്ടു എന്നാണ്. ഇന്ത്യൻ ദേശീയ നേതാക്കൾ മർമ്മപ്രധാനമായ ഈ വസ്തുക്കളെ മനസ്സിലാക്കി അവയെ ഒരേ സമയം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ഡിസ്കസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയൻ. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയത എന്തൊക്കെയാണെന്നാണ്. സാമ്പത്തികവും സാംസ്കാരികവുമായ തലങ്ങളെ കൂടാതെ 19-ാം നൂറ്റാണ്ടിലെ ദേശീയത വളർച്ച മറ്റു പല ഘടകങ്ങളെ കൂടി ആശ്രയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് മതം. ബങ്കിം ചന്ദ്ര, അതേപോലെ തന്നെ ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ തുടങ്ങിയ നേതാക്കൾ ഹിന്ദു മതത്തെയും ഇതിലെ ആശയങ്ങളെയും ഇന്ത്യൻ ദേശീയതയുടെ പ്രചോദക ശക്തികളാക്കി മാറ്റി. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയ്ക്ക് ഒരു രാഷ്ട്രീയ രൂപം കൂടി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന ധാർമ്മിക ശക്തി മതമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞു.
അതുകൊണ്ട് മതത്തെ ദേശീയ ആശയങ്ങളുടെ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 1983 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മതപരമായ ഒരു വേദി ഒരുക്കുക എന്നായിരുന്നു ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചാൽ അദ്ദേഹം ലക്ഷ്യമാക്കിയത്. ഒരിക്കൽ വിവേകാനന്ദൻ ഇപ്രകാരം പറയുകയുണ്ടായി: രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയ ഐക്യം കൊണ്ടുവരുന്നത്, എന്നാൽ ഏഷ്യയിൽ മതപരമായ ആശയങ്ങളാണ് ദേശീയ ഐക്യത്തിലേക്ക് നയിക്കുന്നത്. ഇനി ആറാമത്തെ ചോദ്യമാണ്, ഹൗ വാസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം റിലേറ്റഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്? ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച എപ്രകാരമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട്? സാമ്പത്തികവും സാംസ്കാരികവുമായ തലങ്ങളെ കൂടാതെ 19-ാം നൂറ്റാണ്ടിലെ ദേശീയതയുടെ വളർച്ച മറ്റ് പല ഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിൽ പ്രധാനമാണ് മതം. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ തുടങ്ങിയ നേതാക്കൾ ഹിന്ദു മതത്തെയും ഇതിന്റെ ആശയങ്ങളെയും ഇന്ത്യൻ ദേശീയതയുടെ പ്രചോദക ശക്തികളാക്കി മാറ്റി. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയ്ക്ക് ഒരു രാഷ്ട്രീയ രൂപം കൂടി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യൻ സമൂഹത്തിലെ പ്രധാന ധാർമ്മിക ശക്തി മതമാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മതത്തെ ദേശീയ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 1983 തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മതപരമായ ഒരു വേദി ഒരുക്കുക എന്നായിരുന്നു ഈ ഫെസ്റ്റിവലിൽ അദ്ദേഹം ലക്ഷ്യമിട്ടത്. പലതരത്തിലുള്ള ദേശീയതകളുടെ ചില ഘടകങ്ങൾ തമ്മിൽ ഒരു പരസ്പര ബന്ധം നിലനിൽക്കുന്നുണ്ട്. അവ പരസ്പരം വ്യത്യസ്തങ്ങളായി തോന്നിയാലും പല കാര്യങ്ങളിലും അവർ തമ്മിൽ പൊതുവായ സവിശേഷതകളുണ്ട്. എല്ലാ ദേശീയതകൾക്കും പൊതുവായ ലക്ഷ്യമാണ്. ലക്ഷ്യസാധ്യത്തിനായി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലാണ് വ്യത്യസ്തമുണ്ട്. അടിസ്ഥാനപരമായി അവ പരസ്പര വിരുദ്ധമല്ല. എല്ലാ ദേശീയതകളും ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായിരുന്നു. എന്നാൽ ഈ എതിർപ്പ് വ്യത്യസ്ത വസ്തുക്കളെ അടിസ്ഥാനമാക്കിയായിരുന്നു. കോളനി ഭരണം ഇന്ത്യൻ സംസ്കാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിനെ തടയേണ്ടതാണെന്നും സാംസ്കാരിക ദേശീയതയുടെ ഉപജ്ഞാതാക്കൾ വിശ്വസിച്ചു. സാമ്പത്തിക ദേശീയതയുടെ സ്ഥാപകർ കോളനി ഭരണം ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഇന്ത്യ പിന്നോക്കാവസ്ഥയിൽ തുടരുന്നതിന് കാരണം ഇവർ സാമ്പത്തിക ചൂഷണമാണെന്ന് വാദിച്ചു. അതേപോലെ വിവേകാനന്ദനെ പോലുള്ള നേതാക്കൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ ആത്മീയ സത്യങ്ങളെ നശിപ്പിക്കുന്നു എന്ന കാരണത്താലാണ് ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തത്. ഈ 3 വിഭാഗങ്ങളും കോളനി ഭരണത്തിനെതിരായിരുന്നു. എന്നാൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ പൊതു ശത്രുവിനെ വെല്ലുവിളിച്ചത്. ഈ ശ്രമങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ശക്തമായ കോളനി വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിലേക്കും കോളനി ഭരണത്തെ പരാജയപ്പെടുന്നതിലേക്കും നയിച്ചു എന്നതാണ്. ഇനി 7-ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡ്രെയിൻ തിയറി ഹൂ പ്രൊപ്പോണന്റ്? എന്താണ് ഡ്രെയിൻ സിദ്ധാന്തം? ആരാണ് ഇത് ആവിഷ്കരിച്ചത്? ഇന്ത്യൻ ധനവ്യാപാരത്തിലൂടെയും വ്യവസായത്തിലൂടെയും ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ വേതനത്തിലൂടെയും ബ്രിട്ടനിലേക്ക് മാറ്റപ്പെട്ടതിനെയാണ് ഡ്രെയിൻ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ദാദാഭായ് നവറോജിയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം, വാട്ട് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ ലീഡേഴ്സ് വെർ ദി സെൻട്രൽ ഐഡിയ ഓഫ് ദി വെസ്റ്റേൺ സിവിലൈസേഷൻ? ഇന്ത്യൻ നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കേന്ദ്ര ആശയങ്ങൾ എന്തെല്ലാം? വ്യക്തിവാദം, മതേതരത്വം, യുക്തിവാദം എന്നിവയാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ പ്രധാന വാദം. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് തന്നെ പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈനായി പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.